ഹായ് വെൽക്കം ബാക്ക് ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BEGLA 137 ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിൻ്റെ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പർ സോൾവ്ഡ് ആണ്. അതാണ് നമ്മൾ എക്സ്പ്ലനേഷൻ ആണ്. അപ്പം ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിന് താഴെ കൊടുത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പാസേജ് എന്ന് പറയുന്ന ഒരു വ്യക്തി യാത്ര പോയിട്ടുള്ളതിനെ കുറിച്ചുള്ള നരേഷനാണ്, ഒരു നരേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ നരേറ്റർ കോൾ ഹിസ് ജേർണി എ സെക്യുലർ പിൽഗ്രിമേജ്? എന്തുകൊണ്ടാണ് നരേറ്റർ ഈ ഒരു ജേർണിയെ സെക്യുലർ പിൽഗ്രിമേജ് ആയിട്ട് പറയാൻ കാരണം? സെക്യുലർ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് മതേതര തീർത്ഥാടനം എന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി യാത്ര പോയിരിക്കുന്ന വ്യക്തി പോയിരിക്കുന്നത് ചന്ദിപ്രസാദ് ഭട്ട് എന്ന സോഷ്യൽ ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ചന്ദിപ്രസാദ് ഭട്ടിന് ഒരു ബഹുമാന സൂചകമായിട്ടാണ് അദ്ദേഹം ആ സ്ഥലത്ത് പോയിരിക്കുന്നത്. അല്ലാതെ റിലീജിയസ് ആവശ്യത്തിനോ സ്പിരിച്വൽ ആവശ്യത്തിനോ വേണ്ടിയോ അല്ല ഈ യാത്ര അയാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സെക്യുലർ പിൽഗ്രിമേജ് അഥവാ മതേതര തീർത്ഥാടനം എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടത്തേക്കാണ് അവർ പോയിരിക്കുന്നത് എന്നുള്ള ഇതിൽ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പറഞ്ഞിട്ട്, ഐ ബിഗാൻ സെക്യുലർ പിൽഗ്രിമേജ് ഡീപ്പ് ഇൻ ടു ദ അലകനന്ദ വാലി ആൻഡ് മൈ ഡെസ്റ്റിനേഷൻ വാസ് ഗോപേശ്വർ, എ ടൗൺ ദാറ്റ് ക്ലിങ്സ് ടു ദ ഹിൽ സംവർ സോർട്ട് ഓഫ് ബദ്രിനാഥ്. അപ്പോൾ അവർ പോയിരിക്കുന്നത് എവിടെയാണ്? ബദ്രിനാഥ്, അളകനന്ദ വാലി വഴി ഗോപേശ്വറിലേക്കാണ്. അയാളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗോപേശ്വറിലാണ്. അപ്പം അയാളുടെ പോയിരിക്കുന്നത് ഒരു മതേതര തീർത്ഥാടനത്തിനാണ്. അതായത് ചിപ്കോ മൂവ്മെൻറ്റ് ഫൗണ്ടറായിട്ടുള്ള പേരെന്താണ്, ചന്ദിപ്രസാദ് ഭട്ടിന് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് അദ്ദേഹം ഈ യാത്ര പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മതേതര തീർത്ഥാടനമായിട്ട് അയാളത്തിനെ കണക്കാക്കുന്നു. അടുത്ത, വിച്ച് ആക്ടിവിറ്റി വാസ് ബാൻഡ് ഡ്യൂറിങ് വീക്ക് ഓഫ് നദസ്തിമി ഫെസ്റ്റിവൽ? നദസ്തിമി ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ എന്തൊക്കെയാണ് അവിടെ ബാൻ ചെയ്തിരിക്കുന്നത് എന്ന് ഈ പാരാഗ്രാഫിൽ, ഈ ഒരു സ്റ്റോറിയിൽ, ഈ ഒരു നരേഷനിലുണ്ട്. എന്തൊക്കെയാണ്? ആ ടൈമിൽ അവിടെ ശുദ്ധിയായിരിക്കുന്നതിന് വേണ്ടി, ആ സ്ഥലം ശുദ്ധിയായിരിക്കുവാൻ വേണ്ടി അവിടെ കഫ് ചെയ്യാനോ പൊല്യൂഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി അവിടെ കഫ് ചെയ്യാനോ യൂറിനേറ്റ് ചെയ്യാനോ സ്പിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ആ ഒരു ടൈമിൽ ആ സ്ഥലവും ആ റിവറും കാര്യങ്ങളൊക്കെ ശുദ്ധിയായിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും നടത്തിക്കൂടാ എന്നുള്ളതാണ് ഈ പാരാഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ദ ഇൻസിഡൻറ്റ് ഓഫ് ദ ഷെപ്പേർഡ് ദ പാസേജ് പോയിന്റ് ഔട്ട് വാട്ട് ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ നാഷണൽ ലൈഫ്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഷെപ്പേർഡിൻ്റെ ഒരു സ്റ്റോറി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പാസേജിൽ. അതെന്താണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ ലൈഫിലെ എന്തിനോടാണ് അത് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ പറയുന്നത് ആ വ്യക്തി ഇവിടെ പറഞ്ഞിട്ടുള്ളത് നദസ്തിമി ടൈമിൽ അവിടെയുള്ള ചന്ദിപ്രസാദ് met a shepherd burning the flower of sacred and beautiful Brahma Kamal. He asked her why it being the week of Nadathimi, and the shepherd answered that he wouldn't have normally expected his stomach ached horribly and the extract of the flower would cure him. ഇവിടെ നദസ്തിമി ടൈമിൽ അവിടെയുള്ള പൂക്കൾ പറിക്കാൻ പാടില്ല. there was a taboos on plucking plants before festival of നദസ്തിമി ഫെസ്റ്റിവലിൻ്റെ മുമ്പായിട്ട് അവിടെയുള്ള പൂക്കൾ പറിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ ആരാണ്, ചന്ദിപ്രസാദ് ഒരു ആട്ടിടേനെ കാണുകയാണ്. അയാളുടെ പൂ പറിക്കുന്നതായി കണ്ടപ്പം അയാളോട് ചോദിച്ചു എന്തിനാണ് പൂ പറിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് വയറുവേദനയ്ക്ക് ഒരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാനാണ്. പക്ഷെ ഇവിടെ അയാൾ കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കൈ കൊണ്ട് പറിക്കുകയല്ല. ഒരു ആട് എങ്ങനെയാണോ കാട് കടിച്ചു പറിക്കുക, എങ്ങനെയാണോ ഒരു ആട് കടിച്ചു പറിക്കുക, അതുപോലെ അയാൾ കടിച്ചു പറിച്ചിട്ടുള്ളത്. കാരണം ദൈവം വന്നു കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ പറിച്ചതല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത്രയേറെ
അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അത്രയേറെ ബഹുമാനം അതിന് കൊടുത്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫൈൻഡ് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് ദ സെയിം ആസ് reverence or reverence and make sentence with the word reverence എന്ന് പറഞ്ഞതിന് അർത്ഥം വരുന്നത് ബഹുമാനം എന്നതിന് സിമിലർ ആയിട്ടുള്ള വേർഡ് നമ്മൾ എന്താണ് ആ നരേഷനിൽ നിന്നും ഇവിടെ തന്നിരിക്കുന്ന പാരാഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വേർഡ് അവിടെ ഉള്ളത് സിമിലർ ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് വെനറേറ്റഡ് എന്നാണ്. വെനറേറ്റഡ് എന്ന വേർഡാണ് സിമിലർ ആയിട്ടുള്ള വേർഡാണ് ഈ എന്താണ് നമുക്ക് ആ സ്റ്റോറിയിൽ നിന്ന് കാണാൻ സാധിക്കുക. റെഫറൻസിന് സിമിലർ ആയിട്ടുള്ള വേർഡ് വെനറേറ്റഡ് എന്നാണ് ആ പാരഗ്രാഫിനകത്തുള്ളത്. വെനറേറ്റഡിൻ്റെ അർത്ഥം എന്താണ് ആദരിക്കപ്പെടുന്നു. ഇതിൻ്റെ അർത്ഥം റെഫറൻസിൻ്റെ അർത്ഥം ബഹുമാനിക്കുക. വെനറേറ്റഡ് എന്ന് പറഞ്ഞാൽ ആദരിക്കുക. രണ്ടും ഏകദേശം ഒരു സിമിലർ മീനിങ് ആണ്. അടുത്തത് ഐഡൻറ്റിഫൈ ദ നെയിം ദാറ്റ് ലിറ്റററി ഡിവൈസ് യൂസ്ഡ് ഇൻ ഫ്രേസ് സെക്യുലർ പിൽഗ്രിമേജ്. സെക്യുലർ പിൽഗ്രിമേജ് എന്ന ഫ്രേസ് എന്നും നമുക്ക് എന്താണ് സാഹിത്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിമോറൻ എന്നാണ്. ഓക്സിമോറൻ എന്ന് പറഞ്ഞ ഡിവൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം സെക്യുലർ പിൽഗ്രിമേജിൽ സെക്യുലർ എന്ന് പറയുന്നത് തീർത്ഥാടനമെന്നും സെക്യുലർ എന്ന് പറയുന്നത് മതേതരം എന്നാണ് അർത്ഥം വരുന്നത്. എന്നാൽ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനമാണ്. രണ്ടും ഓപ്പോസിറ്റ് വേർഡുകളാണ്. അപ്പം രണ്ട് ഓപ്പോസിറ്റ് വേർഡുകളെ ചേർത്ത് ഒരു വേർഡാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓക്സിമോറൻ എന്നാണ് പറയുക. ഓക്സിമോറൻ എന്ന് പറഞ്ഞാൽ വെൻ ടു കോൺട്രഡിക്ടറി ടേംസ് ആർ യൂസ്ഡ് ടുഗെദർ ടു ക്രിയേറ്റ് ആൻ എഫക്റ്റ്. രണ്ട് വിരുദ്ധമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ടേംസിനെ യൂസ് ചെയ്തിട്ട് അതിനെ ഒരുമിച്ച് വെച്ചുകൊണ്ട് ഒരു വേർഡാക്കി മാറ്റുന്നതാണ്. അതിനെയാണ് ഓക്സിമോറൻ എന്ന് പറയുന്നത്. അഥവാ സെക്യുലർ എന്ന് പറഞ്ഞാൽ നോൺ റിലീജിയസ് ആണ്, മതേതരം എന്നാണ് അർത്ഥം വരുന്നത്. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ജേണി അഥവാ തീർത്ഥാടനം എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് അബൌട്ട് 150 വേർഡ്സ് ഈച്ച് ഓൺ എനി ടു ഓഫ് ദ ഫോളോയിങ്. ഹോമോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോമോഫോൺസ് ആർ എ വേർഡ് ദാറ്റ്സ്. ഇവിടെ പറയുന്നത് ഹോമോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്സ് സിമിലർ ആയിരിക്കും. അതുപോലെ രണ്ട് വാക്കുകളുടെ സൗണ്ട്സ് സിമിലർ ആയിരിക്കും. പക്ഷെ അതിൻ്റെ മീനിങ്ങും അതുപോലെ സ്പെല്ലിങ്ങും വ്യത്യാസം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ബെയർ ആൻഡ് ബിയർ ഏകദേശം കേൾക്കുമ്പോൾ സിമിലർ വേർഡ് ആയിരിക്കും. പക്ഷെ കേൾക്കാൻ ഒരുപോലെ തോന്നും, പക്ഷെ അർത്ഥവും അതിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നമായ അല്ലെങ്കിൽ വിത്തൗട്ട് കവറിങ്. ബിയർ എന്ന് പറഞ്ഞാൽ ആനിമലാണ്. ഫ്ലാ ഇത് രണ്ടും കേൾക്കാൻ ഒരുപോലെ തോന്നും, പക്ഷെ രണ്ടും വേറെ ഡിഫറെൻറ്റ് വേർഡാണ്, ഡിഫറെൻറ്റ് മീനിങ് ആണ്. അടുത്ത ഓണോമറ്റോഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ വേർഡ് അതിൻ്റെ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബുസ് എന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കുന്നതിന് മനസ്സിലാവും ബീൻ്റെ സൗണ്ടാണ്. അതുപോലെ ക്ലാങ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റൽ തമ്മിൽ ഇടിക്കുമ്പോഴുള്ള സൗണ്ടാണ്. വിസ്പർ ദ സൗണ്ട് ഓഫ് സ്പീച്ച്, നമ്മളിങ്ങനെ രഹസ്യം പറയുന്നതാണ് വിസ്പർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന എന്തിനെയാണോ പറയുന്നത് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള വേർഡുകളാണ് ഓണോമറ്റോഫിയ എന്ന് പറയുന്നത്. അടുത്ത റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിതം എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആണ്. സ്ട്രോങ്ങും വീക്കും ആയിട്ടുള്ള ബീറ്റ്സ് ഇൻ ലാംഗ്വേജ്. പാറ്റേൺ ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ബീറ്റ്സ് ഇൻ ലാംഗ്വേജ് ആണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ബീറ്റ്സ് ലാംഗ്വേജിൽ വരുന്നതിനെയാണ് റിതം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ ഷാൽ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ. ഇവിടെ പറയുന്ന ഡ എന്ന് പറയുമ്പോൾ ഒരു വീക്കാണ്. ഡും എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗാംഭീര്യം വരുന്നുണ്ട്. ഡും അങ്ങനെയാണ് റിതം. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന റിതം. അപ്പം ഇവിടെ ഷാൽ എന്ന് പറയുന്നത് സാധാ വീക്കായിട്ടുള്ള വേർഡാണ്. ഡും എന്ന് പറയുന്നത് ഇവിടെ ഐ ആണ്. അതുപോലെ ഇതിവിടെ വന്നിട്ടുണ്ട് കമ്പയർലക്കം എന്ന് പറയുന്നത് വീക്കായിട്ടുള്ളതാണ്. പെയർ എന്ന് പറയുന്നത് ഡും അഥവാ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ റിതമായിട്ട് ഈ ഒരു ഷാൽ ഐ കമ്പയർ ദി ടു എ സമ്മർ ഡേ എന്നതിനെ റിതമിക്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡും എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ വേറെ കുറേ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്.
റിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റിതം ഈസ് എ പാറ്റേൺ ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ബീറ്റ്സ് ഇൻ ലാംഗ്വേജസ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. റിതം എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ബീറ്റ്സ് ഇൻ ലാംഗ്വേജ് ആണ്. ഇറ്റ് ഹെൽപ്സ് മേക്ക് സ്പീച്ച് ഓർ റൈറ്റിംഗ് സൗണ്ട് മ്യൂസിക്കൽ. നമ്മൾ സ്പീച്ചോ അല്ലെങ്കിൽ നമ്മൾ റൈറ്റിംഗ് ചെയ്യുന്ന ലാംഗ്വേജ് ഒരു മ്യൂസിക്കൽ ടൈപ്പിൽ മാറ്റുവാൻ വേണ്ടി, അതിൻ്റെ സൗണ്ട് ഒരു മ്യൂസിക്കൽ ടൈപ്പാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് റിതം യൂസ് ചെയ്യുന്നത്. റിതം സെറ്റ്സ് എ മൂഡ് ഓഫ് എ പോയം. പോയത്തിൽ റിതം ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. എ സ്ലോ റിതം ക്യാൻ ഫീൽ കാം ഓർ സാഡ് ലൈക്ക് ഇൻ ദ ലൈൻ. ഒരു സ്ലോ റിതം നമുക്കൊരു കാംനെസ് അതുപോലെ സാഡും ഫീൽ ചെയ്യും. ദ ജെൻറ്റിൽ വിൻഡ് ബ്ലൂ സോഫ്റ്റ്ലി. എ ഫാസ്റ്റ് റിതം, അതിൻ്റെ എക്സാമ്പിൾ ഇതാണ്. എ ഫാസ്റ്റ് റിതം ക്യാൻ ഫീൽ എക്സൈറ്റിംഗ് ആൻഡ് അർജൻറ്റ് ലൈക്ക് ഇൻ. നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിതം നമുക്ക് ഫീൽ ചെയ്യും, ഒരു എക്സൈറ്റിംഗ് അതുപോലെ അർജൻറ്റ് ആയിട്ട് തോന്നും, ഒരു സ്പീഡുള്ളതുപോലെ കുറച്ച് തിരക്കുള്ളതുപോലെയൊക്കെ തോന്നും. അങ്ങനെ അതിന് എക്സാമ്പിളാണ് ദ ക്വിക്ക് വിൻഡ് ബ്ലൂ ഫാസ്റ്റ് ആൻഡ് സ്ട്രോങ്. അപ്പം ഇതാണ് റിതം എന്ന് പറയുന്നത്. അടുത്ത കൊഹേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഹേഷൻ ഈസ് ദി യൂസ് ഓഫ് വാരിയസ് ലാംഗ്വേജ് ടൂൾസ് ടു ലിങ്ക്ഡ് ഐഡിയാസ് ആൻഡ് സെൻറ്റൻസ് സ്മൂത്ത്ലി. ഒരു സെൻറ്റൻസ് സ്മൂത്ത് ആകുന്നതിന് വേണ്ടി രണ്ട് ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് വാക്കുകളെ തമ്മിൽ ചേർക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് കൊഹേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വെൻറ്റ് ടു ദ സ്റ്റോർ ദെൻ ഐ ബോട്ട് സം മിൽക്ക്. ഇതിപ്പോൾ രണ്ട് സെൻറ്റൻസ് ആണ്, അതിനെ യോജിപ്പിച്ച് ദെൻ എന്ന് പറഞ്ഞ വേർഡ് ഇവിടെ വന്നതുകൊണ്ടാണ്. ഐ വെൻറ്റ് ടു ദ സ്റ്റോർ ദെൻ ഐ ബോട്ട് സം മിൽക്ക്. ഇവിടെ ദെൻ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സെൻറ്റൻസ് പോവുക? ഐ വെൻറ്റ് ടു ദ സ്റ്റോർ ഐ ബോട്ട് സം മിൽക്ക്. ഇവിടെ ഒരു കണക്ഷൻ വരുന്നില്ല. ഇത് രണ്ടിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡാണ് ദെൻ ആണ് ഇവിടെ കൊഹേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ അതിന് എക്സാമ്പിൾ ഉണ്ട്. ആൻഡ്, ബട്ട്, സോ, അതുപോലെ അഡ്വർബ് ആയിട്ടുള്ള ഹവർ, ദെർഫോർ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അടുത്ത് തേർഡ്, ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ദ പ്ലാന്റ് ഇൻ ഹെർ ഹൗസ് സ്ലൈറ്റ്ലി ബെഗ്ഡ് ടു ബി വാട്ടർഡ്. ഇവിടെ എന്താണ് വന്നിട്ട് ഫിഗർ എന്താണ്? ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഈ പ്ലാന്റിനെ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുകയാണ്. ഇവിടെ പ്ലാന്റ് പറയാണ് ദ പ്ലാന്റ് ഇൻ ഹെർ ഹൗസ് സ്ലൈറ്റ്ലി ബെഗ്ഡ് ടു ബി വാട്ടർഡ്. ഇതാണ് പ്ലാന്റ് ബെഗ്ഗയാണ് ഒന്ന് വെള്ളയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൺ ആയിട്ടുള്ള അല്ലാത്ത ജീവനില്ലാത്ത സാധനങ്ങൾ ലൈക്ക് where animal, plant and inanimate objects are given human qualities. ഇങ്ങനെയുള്ള ആനിമൽസ്, പ്ലാന്റ്സ്, അങ്ങനെ ഹ്യൂമൺ ആയിട്ടുള്ള അല്ലാത്ത സാധനങ്ങൾക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻസ്. ഇവിടെ എന്താണ്? ആസ് എ പ്ലാന്റ് ബീങ് ഗിവൺ ഹ്യൂമൻ ക്വാളിറ്റീസ്, എന്താണ് ഹ്യൂമൻ്റെ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ് ബേക്കിംഗ്. സെക്കൻഡ്, ബാരി ബോട്ട് എ ബുക്ക് ടു ബ്രിങ് ടു ദ ബാക്ക് യാർഡ് ബാർബിക്യൂ. ഇതിനെ പറയും അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കിടയ്ക്കുള്ള വേർഡ്സിൻ്റെ സൗണ്ട്സ് ഒരുപോലെ ആയിരിക്കും. ഇപ്പം ഇവിടെ ബി സൗണ്ട് എല്ലായിടത്തും വന്നിട്ടുണ്ട്. ബാരി, ബോട്ട്, ബുക്ക്, ബാക്ക് യാർഡ്, ബാർബിക്യൂ. ബീയുടെ സൗണ്ട് തന്നെ ഫുള്ള് വന്നിട്ടുണ്ട്. അപ്പം അടുക്കിടയ്ക്കുള്ള വരുന്ന വാക്കുകളുടെ സൗണ്ട് ഒരുപോലെ ആയിരിക്കും. അതാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്യാൻ യു സ്പേ യുവർ വാലറ്റ്. ഇത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുള്ള പർപ്പസോട് കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നതേ ഇല്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല, പർപ്പസോട് കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ ക്യാൻ യു സ്പേ യുവർ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. വേറെ ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് നോട്ട് ടു ഗെറ്റ് ആൻസർ. ആൻസർ വേണമെന്നുള്ള നിലയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ബട്ട് മേക്ക് പോയിന്റ് ഓർ ഇവോക്ക് തോട്ട്. അടുത്ത ഹീ ഈസ് റണ്ണിങ് ഫാസ്റ്റർ ദാൻ ദ വിൻഡ്. ഇവിടെ പറയുന്ന സിമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയറിങ് ടു തിങ്സ്, രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യാണ്. എങ്ങനെ? ദാന് വെച്ചിട്ട് കമ്പാരിസൺ നടത്തുകയാണ്. സ്പീഡിനെയും വിൻഡിനെയും കമ്പാരിസൺ നടത്താണ് ദാൻ. എന്താണ്? ഹീസ് റണ്ണിങ്, അയാൾ റൺ ചെയ്യാണ് ഫാസ്റ്റർ ദാൻ, വിൻഡിനേക്കാൾ വേഗത്തിൽ റൺ ചെയ്യാണ്. അപ്പം ഇവിടെ ദാൻ വെച്ചിട്ട് ഈ സ്പീഡിനെയും വിൻഡിനെയും കമ്പാരിസൺ നടത്തുകയാണ്. അതാണ് സിമിലി എന്ന് പറയുന്നത്. അടുത്ത ഡീപ്പ് ഡൗൺ യു ആർ റിയലി ഷാലോ. ഇതിന് പാരഡോക്സ് എന്ന് പറയും. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രഡിക്ടറി വേർഡ്സോ ഐഡിയനെയോ അഥവാ പരസ്പര വിരുദ്ധമായിട്ടുള്ള കംപ്ലീറ്റ് ഓപ്പോസിറ്റുള്ള രണ്ട് വേർഡ്സിനെ ചേർത്തുകൊണ്ട് ഒരു ഐഡിയ ആക്കി മാറ്റുകയാണ്. ഇറ്റ്സ് എ കമ്പൈൻ ടു കോൺട്രഡിക്ടറി ഐഡിയാസ്. രണ്ട്
വിരുദ്ധമായിട്ടുള്ള ഐഡിയകളെ കമ്പൈൻ ചെയ്യുന്നതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഡീപ്പ് ഡൗൺ ആൻഡ് ഷാലോ. ഡീപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വളരെയധികം താഴത്തിൽ, ആൻഡ് ഷാലോ എന്ന് പറഞ്ഞാൽ അധികം താഴമില്ല, അധികം താഴ്ചയില്ലാത്തത്, അല്ലെങ്കിൽ അധികം കുറഞ്ഞ ആഴം, അങ്ങനെയൊക്കെ അർത്ഥം വരുന്നതാണ് ഷാലോ എന്ന് പറയുന്നത്. ആഴം കുറഞ്ഞത് അങ്ങനെയൊക്കെ വരും. രണ്ടും രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അതിന് രണ്ടിനെയും ചേർത്തുകൊണ്ട് ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റുന്നതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ടു ക്രിയേറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ട്രൂത്ത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രൂത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. അതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. അടുത്തത് മാച്ച് ദ മോഡൽ വെർബ്സ് ആൻഡ് ഓർ ഫ്രേസ് വിത്ത് ദെയർ മീനിങ്സ്. ഇവിടെ മസ്റ്റ് ബി, ഓൾമോസ്റ്റ് സെർട്ടൈൻ. മസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെർട്ടൈൻ. കുഡ് ബി പോസിബിൾ ആണ്, മൈറ്റ് ബി പോസിബിൾ ബട്ട് അൺലൈക്ലി, ക്യാൻ ബി നിയർലി ഇമ്പോസിബിൾ, നീഡ് ടു നെസസറി അത്യാവശ്യമാണ്, നീഡ് ടു നെസസറി അത്യാവശ്യമാണ്, നീഡ് ടു. അപ്പം ഇതിൻ്റെ ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം തോന്നുന്നില്ല, ആർക്കും അറിയുന്നതായിരിക്കും. അടുത്ത കംപ്ലീറ്റ് സെൻറ്റൻസ് ബൈ യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ദ സ്കൾപ്ചർ ലുക്ക് ഡിസീവ് എന്നാണ് കൊടുത്തിട്ട് ഡിസെപ്റ്റീവ്ലി. അതിൻ്റെ വരിക കറക്റ്റായിട്ട് വരിക ദ സ്കൾപ്ചർ ലുക്സ് deceptively simple. In fact, it was extremely complicated to make. അടുത്തത് advance in technology mean that the world of film is constantly ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെ വരെ going through changes. രാജ് visited Delhi last week. visit ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന send ആണ്. My uncle will send a watch for me on my next birthday. It rained heavily yesterday. റൈൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. rained heavily yesterday. ഇന്നലെ കഴിഞ്ഞു പോയപ്പം ഇന്നലെ നന്നായിട്ട് മഴ പെയ്തു. Why does she go to school? ഇവിടെ go തന്നെയാണ് വരുന്നത്. Why does she not go to school? സെല്ലിൻ്റെത് I sold sugar 40 a kilo. When we travel, my sister usually sleeps. When we travel, സാധാരണ ഞങ്ങൾ പോകുമ്പോൾ my sister usually sleeps. ഇവിടെ സ്ലീപ്പിൽ എസ് വരും, കാരണം my sister എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറലാണ്, അപ്പം സ്ലീപ്സ് വരും, എസ് ലാസ്റ്റ് വരും. ആഫ്റ്റർ ലിസണിങ് ടു ദ ജോക്ക് സുമിത് സ്റ്റാർട്ടഡ് ജിഗ്ലിങ്. ഇവിടെ ജിഗ്ല കൊടുത്തിന് ശരിയായ സെൻറ്റൻസ് എന്താണ്, ഇത് ജിഗ്ലിങ്. അടുത്തത് we will travel in the bus tomorrow morning. travel എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇവിടെ എന്താണ് വരുന്നത്, we will travel എന്നാണ്. അടുത്തത് fill in the blanks. Sixth question, filling the blanks in the passage below with the most appropriate idioms given in the box. ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇഡിയംസ് വെച്ചിട്ട് ഒരു എന്താക്കാം, ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. I would like to dash എന്നുള്ളടത്ത് I would like to draw your attention to the fact that this area has gone without water for a whole week. അടുത്തത് റീന took to acting like a duck. Reena took to acting like a duck into water. She had a flair for singing and dancing which made up her inability to learn script. This thing വായിച്ചു പോയാൽ മതി. അടുത്ത 7. യൂസ് കറക്റ്റ് ആർട്ടിക്കിൾ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. കറക്റ്റായിട്ടുള്ള ആർട്ടിക്കിൾ കൊടുക്കുക. അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് വി ഷുഡ് ഈറ്റ് ആൻ ആപ്പിൾ. ആപ്പിൾ വരാൻ കാരണം എന്താണ്, വവൽസ് ആണ്, അപ്പോൾ ഫസ്റ്റ് ആൻ വരണം. ഹി ഈസ് ആൻ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ്. ഇവിടെ ഐ വവലാണ്, ആൻ വരും. ഹി ഈസ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്. യു എന്താണ്, ഹി ഈസ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, ഇവിടെ എ ആണ് വരിക. ഗിവ് മീ ദ ബുക്ക് ഐ ഗേവ് യു യെസ്റ്റർഡേ. ഇവിടെ ദ വരും. ഓൾവേസ് ഹെൽപ്പ് ദ പുവർ ആൻഡ് നീഡി. അടുത്ത ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ലിങ്കിങ് വേർഡ്സ് ഇൻഡിക്കേറ്റ് കാഷ്വൽ ടെമ്പററി റിലേഷൻസ്. അപ്പം ബ്രാക്കറ്റ് എന്താണ്, നമ്മൾ ഇവിടെ
ഫില്ല് ചെയ്യുക, ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണുള്ളത്. There was a hardly and space for me next to my son, so I decided to lean back against the window and sit through the night. നെക്സ്റ്റ് ഓൾദോ വരും, ആഫ്റ്റർ അവിടെ വരും, പിന്നെ ബിക്കോസ് ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അടുത്ത് 8 വന്നിട്ടുള്ളത് നെയിം ദ റിട്ടോറിക്കൽ ഡിവൈസസ് യൂസ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസിൽ യൂസ് ചെയ്തിരിക്കുന്ന റിട്ടോറിക്കൽ ഡിവൈസസ് എന്തൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓ വേൾഡ് ഓഫ് ദ ഫ്രീ നേഷൻ, ഓൺ ദിസ് ഡേ ഓഫ് അവർ ഫ്രീഡം വി ഗ്രീറ്റ് യു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോസ്ട്രോഫി കൊടുത്തിരിക്കുകയാണ് ഇവിടെയൊക്കെ. അഡ്രസ്സിങ് ആൻ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് ഓർ നോൺ ഹ്യൂമൻ എൻറ്റിറ്റി ഡയറക്ട്ലി. ഇവിടെ അപ്പോസ്ട്രോഫി കൊടുത്തിട്ടാണുള്ളത്. നെക്സ്റ്റ് ours has been an epic struggle covering many years and costing many lives. It has been struggle, a dramatic struggle. It has been struggle for heroes. ഇവിടെ റിപ്പീറ്റേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കാരണം സ്ട്രഗിൾ എന്നുള്ള വേർഡ് പലതവണയായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത, my country has taken knowledge from all over the world and has offered the knowledge and wisdom to the world. She will stand in the forefront of civilization. She will carry her lamp into the darkness of strife and struggle. മെറ്റഫർ ആണ് ഇവിടെ. മെറ്റഫർ എന്നുള്ള ഡിവൈസാണ്. കമ്പയറിങ് ദ കൺട്രീസ് റോൾ ടു ക്യാരിയിങ് എ ലാമ്പ് ഇൻ ടു ഡാർക്ക്നെസ്. ഇവിടെ മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ കമ്പയർ ചെയ്യാണ്. അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് തിങ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. ഇവിടെ എന്താണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? കൺട്രീൻ്റെ റോളിനെ ലാമ്പ് ക്യാരിങ് ലാമ്പ് ഇൻ ടു ഡാർക്ക്നെസ്സുമായിട്ട് കമ്പാരിസൺ ചെയ്തിരിക്കുകയാണ്. ദ ബാറ്റിൽ ഓഫ് ഫ്രീഡം ഈസ് ഓവർ, ദ സ്ട്രഗിൾ ഫോർ പീസ് ബിഗിൻസ്. ആൻറ്റിതെസിസ് അഥവാ കോൺട്രാസ്റ്റിംഗ് ടു ഓപ്പോസിറ്റിംഗ് ഐഡിയാസ്. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ അലിട്രേഷൻ പോലെയും അതുപോലെ ഓക്സിമോറൻ പോലെയൊക്കെ ഉള്ളതാണ്. രണ്ട് കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു വേർഡ് ഉണ്ടാക്കുക. ദ സ്ട്രഗിൾ ഓഫ് പീസ് ബിഗിൻസ്. അടുത്തത് മെൻ ആൻഡ് വിമൻ ടുഗെദർ, മെൻ ആൻഡ് വിമൻ ഓഫ് കോമൺ ഹ്യൂമാനിറ്റി. അനഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ദ ഫ്രേസിൻ്റെ റിപ്പീറ്റേഷൻ വന്നിരിക്കും മെൻ ആൻഡ് വിമൻ എന്നുള്ളത്. അടുത്ത, ഡിഫൈൻ ദ ഫോളോയിങ് ഗിവൻ സ്യൂട്ടബിൾ എക്സാമ്പിൾ. പാരഡോക്സ്, ആൻറ്റിതെസിസ്, അലിഗോറി, ഇമേജറി, സറ്റയർ. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഡോക്സ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കോൺട്രഡിക്ട്സ് ഇറ്റ്സെൽഫ് ബട്ട് മേ കണ്ടെയ്ൻ ട്രൂത്ത്. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ബട്ട് മേ കണ്ടെയ്ൻ എ ട്രൂത്ത്. പക്ഷെ അതിനകത്തൊരു സത്യം ഉണ്ടായിരിക്കും. ലൈക്ക് ലെസ് ഈസ് മോർ, കുറവ് കൂടുതലാണ്. ലെസ് ഈസ് മോർ, കുറവ് കൂടുതലാണ്. ഇത് ലെസ്സും മോറും രണ്ടും കോൺട്രഡിക്ടറി വേർഡാണ്. വെച്ചാൽ പരസ്പര വിരുദ്ധം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അതിന് ചേർത്ത് വെച്ചിട്ടൊരു വേർഡ് ആക്കുകയാണ്. അപ്പം ഇതൊരു കണ്ടെയ്ൻ ട്രൂത്ത്. ഇറ്റ്സ് മേ കണ്ടെയ്ൻ എ ട്രൂത്ത്. ആൻറ്റിതെസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തോന്നുന്നത് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഇവിടെ പറയുന്നത് ഇറ്റ്സ് ദ ജക്സ്റ്റോപൊസിഷൻ ഓഫ് ടു ഓപ്പോസിറ്റ് ഓർ കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്. ജക്സ്റ്റോപൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുചേരൽ. രണ്ട് ഓപ്പോസിറ്റ് വേർഡുകൾ എന്താണ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ഒത്തുചേർന്നിട്ടുണ്ടാകുന്നതാണ് ആൻറ്റിതെസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇറ്റ് വാസ് ദ ബെസ്റ്റ് ടൈം, ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ടൈംസ്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ടൈംസ്, അതുപോലെ ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ടൈംസ്. ഇവിടെ ബെസ്റ്റ്, ഇവിടെ വേഴ്സ്റ്റ്, രണ്ട് വ്യത്യസ്തമായ രണ്ട് വേർഡ് വെച്ചിട്ട് ഒത്തുചേർത്തൊരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ്. അലിഗോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a narrative in which characters and events represent abstract ideas, more qualities. Example, Animal Farm by George Orwell is an allegory of the Russian Revolution.
അലിഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഉപമ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഗൂഗിൾ പറയുന്നത് കണ്ടെയ്ൻ മോറൽ ഓർ ഹിഡൻ മീനിങ്. അലിഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നെങ്കിൽ മോറൽ ഉണ്ടാവും, കണ്ടെയ്ൻ മോറലോ അല്ലെങ്കിൽ ഒരു ഹിഡൻ മീനിങ്ങോ അതിനുണ്ടാവും. ഗുണപാഠം, എന്തെങ്കിലും ഒരു ഗുണപാഠം അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു എന്താണ് മീനിങ് ആ ഒരു സെൻറ്റൻസിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിനാണ് അലിഗോറി എന്ന് പറയുന്നത്. ഇമേജറി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമാജിനേഷൻസ് തന്നെയാണ്. ഇമേജറി ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് വിവിഡ് ആൻഡ് ഡിസെപ്റ്റീവ് ലാംഗ്വേജ് ദാറ്റ് അപ്പീൽസ് ടു ദ സെൻസ് ഓഫ് ക്രിയേറ്റ് എ മെൻ്റൽ പിക്ചർ. നമ്മുടെ മനസ്സിൽ ഇമാജിനേഷൻ ആയിട്ടുള്ള സാധനങ്ങൾ അതിനെ വിഷ്വൽസിനെ ഇമാജിനറി ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് വിവിഡ് ഡിസെപ്റ്റീവ് ലാംഗ്വേജ് ടു appeal to the sense of creative mental picture. Example, the golden sun sank slowly behind the mountains, painting the sky with streaks of red and orange. നമ്മൾ ഇമാജിനറി വേൾഡ് നമ്മളത് ലാംഗ്വേജിൽ കൊണ്ടുവരാം. ഇമാജിനറി ആയിട്ടുള്ള നമ്മളെ പിക്ചേഴ്സ്, മെൻ്റൽ പിക്ചേഴ്സൊക്കെ പോയട്രിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സറ്റയർ എന്ന് പറയുന്നത് it is a ഹ്യൂമർ അല്ലെങ്കിൽ ഐറണി ഓർ റിഡിക്യൂൾ ഓർ ക്രിറ്റിസൈസ് ഓർ മോക്ക് സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. സോഷ്യലോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കളിയാക്കുക, ഹ്യൂമറായിട്ട് കളിയാക്കുക, ക്രിറ്റിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ റിഡിക്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ ഐറണി അങ്ങനെയൊക്കെ അത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ അങ്ങനെ ചെയ്യുന്നതിനെയാണ് സറ്റയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, Jonathan Swift's a modest proposal in satire that critiques British colonialism and the treatment of the Irish poor. ഇത് പൊളിറ്റിക്കലോ സോഷ്യലോ ആയിട്ടുള്ള ഇഷ്യൂസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിനും ഹ്യൂമറൈസ് ചെയ്യുന്നതിനും ഒക്കെ ചെയ്യുന്നതിനെയാണ് സറ്റയർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. കുറച്ച് കൺഫ്യൂഷൻ കാണും, ഇത് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാകും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ പ്രധാനപ്പെട്ട വാക്കുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുക്കുക, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് നോക്കിയിട്ട് അത് എടുത്തിട്ട് ഗൂഗിൾ ചെയ്യാൻ നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ എടുക്കുക. താങ്ക് യു.